ഉദയയുടെ വടക്കൻപാട്ട് ചിത്രങ്ങൾ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. വയലാർ ദേവരാജൻ ടീമായിരുന്നു ഇതിൽ ഭൂരിപക്ഷവും സൃഷ്ടിച്ചത്. കഥയിൽ ചോദ്യമില്ലെന്ന് പറയും. ഉദാഹരണത്തിന് ഉദയൻ എന്ന മകൻ എന്ന ചിത്രം കാണുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ തോന്നാം. അന്നത്തെ ഉദയനനും അമ്പുവുമെല്ലാം ഇതുപോലെ സർവാഭരണ വിഭൂഷിതരായിരുന്നോ? അതുപോലെ അതിലെ സ്ത്രീകൾ ഇന്നത്തെ സ്ത്രീകളെപ്പോലെ ബ്ലൗസുകൾ ധരിച്ചിരുന്നോ എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ തോന്നാവുന്നതാണ്. സിനിമ തന്നെ ഒരു ഫാൻറ്റസി ആകുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമുക്കങ്ങ് മനഃപൂർവ്വം മറക്കാം. എന്നിട്ട് ദാസേട്ടനും വസന്താമ്മയും ചേർന്ന് പാടിയ മനോഹരമായ യുഗ്മഗാനം ശ്രവിക്കാം. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. നിറപറതൻ മുൻപിൽ നിലവിളക്കിൻ മുൻപിൽ നിറപറതൻ മുൻപിൽ നിലവിളക്കിൻ മുൻപിൽ നെറ്റിയിലിലക്കുറി തൊട്ടവളെ നിന്നെ മറ്റൊരു തൊടുകുറി ചാർത്തിക്കും. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. 'പുതിയൊരു പൂതിരുകും പൂവണിയെന്തു ചെയ്യും പുഞ്ചിരി മുത്തു കവർന്നെടുക്കും മുത്തു കവർന്നിട്ടെന്തു ചെയ്യും മുദ്രമോതിരം തീർപ്പിക്കും മോതിരം തീർത്തിട്ടെന്തു ചെയ്യും മോഹിച്ച പെണ്ണിന്റെ വിരലിലിടും ചന്ദനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. നിറമലരിൻ മുൻപിൽ നിറകതിരിൻ മുൻപിൽ നിറമലരിൻ മുൻപിൽ നിറകതിരിൻ മുൻപിൽ ലജ്ജ കൊണ്ടലുക്കിട്ടു നിൽപ്പവളെ മാറിൽ മറ്റൊരലുക്കു ഞാൻ ചാർത്തിക്കും. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. 1977 കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന തമിഴ് ചിത്രമാണ് അവർകൾ. ഇതിൽ കമൽ, രജനി, സുജാത, രവികുമാർ എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. ഇതിലെ ഗാനങ്ങൾ കൈകാര്യം ചെയ്തത് MSVയും കണ്ണദാസനുമായിരുന്നു. ജാനകിയമ്മ പാടിയ വളരെ മനോഹരമായൊരു ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. അന്നത്തെ കാലത്ത് ഒരു പാട്ടിൽ 4-5 ഷോട്ടുകളെ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഈ ഗാനത്തിൽ കെ ബാലചന്ദ്രൻ എത്ര ഷോട്ടുകളാണെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര കട്ട് ഷോട്ട്സ്. സൂപ്പർ ഇമ്പോസിംഗ് എന്ന ടെക്നോളജി വളരെ മനോഹരമായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻസ് കാണിക്കാൻ വേണ്ടി
കടലിൻ്റെ ഷോട്ടിന് മുകളിലൂടെ സുജാതയുടെ മുഖം ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരും, അതിന് മുകളിലൂടെ രവികുമാറിൻ്റെ മുഖം വരും. ഇങ്ങനെ മനോഹരമായ ഷോട്ട്സുകളായിരുന്നു ഇതിൽ. MSV ഇതിന് സംഗീതം ചെയ്തപ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം ചെയ്തു. മദ്ദളം എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് അധികം പാട്ടുകൾ ഉപയോഗിച്ചിട്ടില്ല, മലയാളത്തിൽ പോലും വളരെ കുറവാണ്. എന്നാൽ ഈ ഗാനത്തിൽ അദ്ദേഹം മദ്ദളമാണ് പ്രധാനമായിട്ടും റിതം ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിച്ചത്. പിന്നെ കോറസിനെ കൊണ്ട് സ്വരം പാടിക്കുക എന്നുള്ളൊരു രീതി ഈ ഗാനത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ജാനകിയമ്മയുടെ വളരെ പ്രശസ്തമായ ഈ ഗാനം കാറ്റുകിണ്ണ വേലി